തിരൂരിൽ IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847 300 120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. തിരൂർ നഗരസഭാ ചെയർമാനായി കീഴടത്തിൽ ഇബ്രാഹിം ഹാജി അധികാരമേറ്റു. രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കൊടുവിൽ തിരൂർ നഗരസഭയുടെ പുതിയ അമരക്കാരനായി UDFിലെ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി തിരഞ്ഞെടുക്കപ്പെട്ടു. 40 അംഗ കൌൺസിലിൽ നടന്ന വോട്ടെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് അദ്ദേഹം അധികാരമേറ്റത്. തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ ഒറ്റനോട്ടത്തിൽ. നഗരസഭയിലെ കക്ഷിനിലയും വോട്ടിംഗ് രീതിയും ഇനി പറയും വിധമാണ്. ആകെ വാർഡുകൾ 40. കക്ഷിനില UDF 31, LDF 8, BJP 1. ലഭിച്ച വോട്ടുകൾ ഇബ്രാഹിം ഹാജി UDF 31, LDF സ്ഥാനാർത്ഥി 7. വോട്ടിംഗിലെ പ്രത്യേകതകൾ. UDFന്റെ മുഴുവൻ അംഗങ്ങളുടെയും പിന്തുണയോടെയാണ് ഇബ്രാഹിം ഹാജി വിജയിച്ചത്. LDF കൌൺസിലർ ഗഫൂർ പിലിലിസ് വോട്ടെടുപ്പിന് ഹാജരാകാതിരുന്നതിനാൽ പ്രതിപക്ഷത്തിന് 7 വോട്ടുകൾ മാത്രമേ ലഭിച്ചുള്ളൂ. BJP അംഗം നിർമ്മല കുട്ടിക്കൃഷ്ണൻ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. UDFന്റെ കരുത്തുറ്റ നേതൃത്വത്തിൽ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ ഇനി വേഗത്തിലാകുമെന്നാണ് മുന്നണി പ്രവർത്തകരുടെ പ്രതീക്ഷ. തെരഞ്ഞെടുപ്പിന് ശേഷം വരണാധികാരി ഇബ്രാഹിം ഹാജിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട കീഴടത്തിൽ ഇബ്രാഹിം ഹാജി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനവും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. ഏവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.